മനസ്സ്. സ്നേഹം വീണ്ടും യോജിപ്പിച്ചു വിശ്വാസത്തിന്റെ പ്രകാശത്തിനെ. പൊരുതി മനസ്സിലാക്കി ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അമ്മയുടെ മടിയിൽ നിന്നും കിട്ടി വീണ്ടും ഈ മുഴുവൻ ലോകമും. സൂവിൽ റാണി എന്നു പേരുള്ള അമ്മ കുരങ്ങൊന്നുണ്ടായിരുന്നു. അത് ഗർഭിണിയായിരുന്നു. അതിന്റെ കുഞ്ഞ് പൂർണ്ണമായി വളർന്നു കഴിഞ്ഞിരുന്നു. ആ കുട്ടി എപ്പോൾ വേണമെങ്കിലും ജനിക്കാം. റാണി നടക്കുന്നത് ഇപ്പോൾ പതുക്കെയായി. അത് വളരെ പതുക്കെ ഒരു ചില്ലയിൽ നിന്നും താഴെ തറയിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് അതിന്റെ കൂടിന്റെ കതക് തുറന്നത്. അകത്തേക്ക് സോണം വന്നു. സോണം ബ്രൗൺ നിറത്തിലുള്ള ഫോറസ്റ്റ് ഓഫീസർ ഡ്രസ് ഇട്ടിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ മുറിച്ച പച്ചക്കറികളും പിന്നെ പഴങ്ങൾ നിറഞ്ഞൊരു പാത്രവും ഉണ്ടായിരുന്നു. സോണം റാണിയുടെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം അവിടെ മുട്ടുകുത്തിയിരുന്ന് പാത്രം റാണിയുടെ മുൻപിൽ വെച്ചു. റാണി ഇത് കണ്ടതും തന്നെ ഉടനെ അദ്ദേഹത്തിന് അടുത്തേക്ക് ചെന്നു. കാരണം റാണിക്ക് അദ്ദേഹത്തെ ഒരുപാട് ദിവസങ്ങളായി അറിയാം. റാണി ഒരു പേടിയും കൂടാതെ സോണത്തിന്റെ മടിയിൽ കയറിയിരുന്നു. സോണം അതിന്റെ തലയിൽ തലോടി കൊടുത്തു. പിന്നെ ഒരു പഴ കഷ്ണം എടുത്ത് തന്റെ കൈ കൊണ്ട് അതിന്റെ വായിൽ വെച്ചു കൊടുക്കുകയായിരുന്നു. വേഗം കഴിച്ചേക്ക് റാണി, നമ്മൾ നിന്റെ കൊച്ചു വിരുന്നുകാരനെ വേഗം കാണാൻ പോകുന്നുണ്ട്. റാണി സോണത്തിന്റെ കൈകൊണ്ട് പഴം കഴിച്ചു. അത് പഴം കഴിച്ചു കഴിഞ്ഞതും താഴേക്ക് ഇറങ്ങി പോയി. പിന്നെ തറയിലുണ്ടായിരുന്ന പാത്രത്തിൽ നിന്നും എടുത്ത് അത് കഴിക്കാൻ തുടങ്ങി. റാണി വളരെ സമാധാനമായി മുറിക്കപ്പെട്ട പച്ചക്കറികളും പഴങ്ങളും കഴിച്ചു. ഇതേ സമയത്ത് സോണം തന്നെ ചുറ്റി 4 വശത്തും നോക്കുകയായിരുന്നു. ആ യോഗേഷ് എവിടെ ഉണ്ടെന്ന് അറിയില്ലല്ലോ, എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് യോഗേഷ് അവിടെ നിന്നും മെയിൻ ഗേറ്റിൽ നിന്നും ഓടി വന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ജെറി ക്യാൻ ഉണ്ടായിരുന്നു. സോറി സർ. നീ ഇപ്പോൾ എവിടെ പോയിരുന്നു? സർ എന്ത് ചെയ്യാനാ, ഒരു വശത്ത് ഈ ക്യാൻ ഒരുപാട് വെയിറ്റ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല അത് വരുന്ന വഴിയിൽ പ്രേരണ മാഡത്തിനെ കണ്ടു. അവർ റിപ്പോർട്ട് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ശരി ശരി വിട്ടേക്ക്, ആ ക്യാൻ കൊടുക്ക്. യോഗേഷ് ആ ജെറി ക്യാനിനെ കതകിനടുത്തേക്ക് കൊണ്ടുവന്നു. സോണം അദ്ദേഹത്തെ നോക്കി. പിന്നെ രണ്ടുപേരും ചേർന്ന് ആ ജെറി ക്യാനിനെ കയ്യിലെടുത്തു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തൊട്ടിയിൽ അവർ വെള്ളം കൊണ്ട് നിറച്ചു. പിന്നെ സർ, നിങ്ങൾ ഇതിനെപ്പറ്റി എന്റെ അടുത്ത് പറയില്ലല്ലേ? സോണം ചെറുതായി ചിരിച്ചു. ഇതാണ് റാണി, നമ്മളുടെ എൻക്ലോസറിലെ വളരെ സ്നേഹമുള്ള ഭംഗിയുള്ള കുരങ്ങാണ്. ഇതിന്റെ സ്പീസീസിനെ കേപ്പർച്ചൂൺ എന്ന് പറയും. അതെ സർ, ഞാൻ എൻ്റെ ഡിഗ്രി സമയത്ത് ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എന്തിനാ ഒറ്റയ്ക്കുള്ളത്? അത് പറയണമെങ്കിൽ ഇതിന്റെ ഒറിജിൻ സൗത്ത് അമേരിക്കാവാണ്. ഇത് ഈ സ്ഥലത്ത് ഉണ്ടാവാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ആരോ ഇതിനെ ചട്ടവിരോധമായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ അതിനെ റെസ്ക്യൂ ചെയ്ത് ഈ സ്ഥലത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇത് പ്രശാന്തമായിട്ട് ഉണ്ടാവണമല്ലേ. പക്ഷേ സർ, നമ്മൾ എന്തിനാ ഇതിനെ തിരിച്ച് ഇതിന്റെ ഹോം കൺട്രിയിലേക്ക് അയക്കാത്തത്? കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ജനിച്ചത് മുതൽ ഒരു സ്ഥലത്ത് കൈതായിട്ടുണ്ട്. അത് കാരണം ഇതിനെ ഓപ്പൺ കാട്ടിൽ ഈ സ്ഥിതിയിൽ വിടുന്നത് നല്ലതല്ല. കാരണം അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. കാട്ടിന്റെ അകത്ത് ഇതിനെ കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. ഇതിന്റെ കൂടെ ഒരാൾ ഉണ്ടായിട്ടിരുന്നു, പക്ഷെ അത് ഇപ്പോൾ ഇല്ല. ഇതിന്റെ ഡെലിവറിന് ഇന്നും എത്ര ദിവസങ്ങളുണ്ട്? ഇതിന്റെ ഡെലിവറി എപ്പോഴെങ്കിലും നടക്കാം. യോഗേഷ് റാണിയെ നോക്കി ചിരിച്ചു. അദ്ദേഹവും സോണത്തോടൊപ്പം ചേർന്ന് റാണിയുടെ മുതുകിനെ ചെറുതായി തലോടി. റാണി ഒരു പ്രാവശ്യം ഒച്ചയുണ്ടാക്കി. അത് കേട്ടതും യോഗേഷ് ചെറുതായി ഒന്ന് പേടിച്ചു പോയി. സോണം ഇത് കണ്ടിട്ട് ചിരിച്ചു. യോഗേഷും പതുക്കെ ചിരിച്ചു. ഇത് രാത്രി സമയം. ഒരുപാട് ദൂരെ റാണിയുടെ വേദനയുടെ ശബ്ദം കേട്ടു. പ്രേരണയും സോണവും റാണി ഇരിക്കുന്ന ദിശയിലേക്ക് നോക്കി പതുക്കെ നടന്നു വന്നു. റാണി നിലത്ത് കിടക്കുകയായിരുന്നു. അത് വേദന സഹിക്കാനാവാതെ നിലവിളിച്ചുകൊണ്ടിരുന്നു. ഡോക്ടർ പ്രേരണയും സോണവും അതിനടുത്തേക്ക് ചെന്നു. പ്രേരണ വളരെ പതുക്കെ റാണിയുടെ വയറ്റിൽ തടവിക്കൊടുത്തു. എന്നിട്ട് സോണത്തിനെ അവർ നോക്കി. ഇതാണ് ശരിയായ സമയം. സോണം ഡോക്ടർ പ്രേരണയെ നോക്കി. എന്നിട്ട് ശരിയെന്ന് തലയനക്കി. അടുത്ത ക്ഷണം തന്നെ ഡോക്ടർ പ്രേരണയും സോണവും ചേർന്ന് റാണിയെ കിടക്കയിൽ കിടത്തി. ഡോക്ടർ പ്രേരണ അതിനൊരു മരുന്ന് ഇഞ്ചക്ഷൻ നൽകി. പിന്നെ പതുക്കെ അവരുടെ കൈ കൊണ്ട് അതിന്റെ വയറിനെ തടവിക്കൊടുത്തു. സോണം അടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു. ഡോക്ടർ സോണമും പ്രേരണയും ചെറുതായി ചിരിച്ചു. കുറച്ചു സമയത്തിനകം ഒരു കൊച്ചുകുട്ടി ഡോക്ടർ പ്രേരണയുടെ കയ്യിൽ ഇരിക്കുകയായിരുന്നു. അത് അവർ വളരെ ശ്രദ്ധാപൂർവം റാണിയുടെ അടുത്ത് വെച്ചു. റാണി പതുക്കെ തന്റെ കണ്ണു തുറന്നു. അത് പതുക്കെ തന്റെ കുഞ്ഞിനെ നോക്കി. ആ സമയത്ത് എല്ലാ ഭാഗത്തും വളരെ ശാന്തമായിരുന്നു.
അമ്മയ്ക്കും കുഞ്ഞിനും ഇടയിലുള്ള ആ സ്നേഹം വളരെ നന്നായി ആസ്വദിക്കാൻ സാധിച്ചു. ഇതിന് എന്തു പേരാണ് വെച്ചിട്ടുണ്ട്? ഇത് റാണിയുടെ മകനാണല്ലോ. എന്ന് വെച്ചാൽ റാണിന്റെ മകൻ രാജകുമാരനല്ലേ? സോണം റാണിയുടെ അടുത്തേക്ക് വന്നു. അദ്ദേഹം അവിടെ നോക്കി. അപ്പോൾ രാജകുമാരൻ തറയിൽ തനിച്ചിരിക്കുകയായിരുന്നു. ചേടാ, നീ എന്തിനാ ഇപ്പോൾ ഒറ്റയ്ക്കുള്ളത്? നിന്റെ അമ്മ എവിടെ പോയി? രാജകുമാരൻ സോണത്തിനെ നോക്കി. പിന്നെ പതുക്കെ പുറകിലുള്ള ചില്ലയിൽ തിരിഞ്ഞു നോക്കി. അപ്പോൾ റാണി അവിടെ ഇരിക്കുകയായിരുന്നു. റാണി, ആദ്യം താഴെ ഇറങ്ങി വാ. നീ ഇപ്പോൾ കഴിക്കാനുള്ള സമയം വന്നിട്ടുണ്ട്. സോണം അതിനെ വിളിക്കാനായി കൈ തട്ടി. പക്ഷെ അത് താഴേക്ക് ഇറങ്ങിയില്ല. ഇത് കണ്ടതും സോണത്തിന് അല്പം വിഷമം തോന്നി. റാണി ആദ്യമായി അധികം വിളിച്ചിട്ട് ശ്രദ്ധിക്കാതെ ഇരിക്കുകയായിരുന്നു. സോണം മറുവശത്ത് ചെന്ന് നോക്കി എന്താണ് കാര്യമെന്ന്. അപ്പോഴാണ് റാണി അവിടെ നിന്നും ഒരു തേനീച്ചക്കൂട് എടുക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോണം പേടിച്ചു പോയി. അദ്ദേഹത്തിന് അറിയാം ആ തേനീച്ച റാണിയെ കൊട്ടിയാൽ അതിന് മുറിവേൽക്കുമെന്ന്. സോണം എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് റാണി ആ കൂട്ടിനെ അനക്കിക്കളഞ്ഞു. തേനീച്ചകൾ 4 വശത്തു നിന്നും അതിനെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ അതിന് തന്റെ ബാലൻസ് നഷ്ടപ്പെട്ടു. അത് താഴേക്ക് വീണു. സോണം ഉടനെ അതിനരികിലേക്ക് ഓടി വന്നു. അത് മയങ്ങിക്കിടക്കുകയായിരുന്നു. സോണം ഉടനെ അതിനെ തന്റെ കയ്യിലെടുത്തു. പിന്നെ വേഗം പുറത്തേക്ക് കൊണ്ടുവന്നു. രാജകുമാരൻ ഇതൊക്കെ നോക്കുകയായിരുന്നു. അവൻ അവിടെ തന്നെ ശാന്തനായിരുന്നു. പക്ഷെ അവന് മനസ്സിലാകാൻ തുടങ്ങി എന്തോ പ്രശ്നമുണ്ടെന്ന്. അടുത്ത ക്ഷണം തന്നെ റാണിയെ സോണം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പ്രേരണയോട് മുന്നേ തന്നെ കാര്യം പറഞ്ഞു. അതുകൊണ്ട് കിടക്കയും ബാക്കിയുള്ള വസ്തുക്കളും അവിടെ റെഡിയായിരുന്നു. സോണം റാണിയെ ബെഡിൽ കിടത്തിയതും തന്നെ ഡോക്ടർ പ്രേരണ ഉടനെ അതിനെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അവരുടെ മുഖത്ത് നല്ല വിഷമമുണ്ടായിരുന്നു. അടുത്തുണ്ടായിരുന്ന മെഷീനിൽ നേരെയുള്ള രേഖകൾ കാണാൻ സാധിച്ചു. അതിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ തോതിലുള്ള അനക്കങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് റാണിക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാനാകില്ല. നമ്മൾ ഇതിനെ ഉടനെ വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. സോണം ഡോക്ടർ പ്രേരണയെ നോക്കി. അടുത്ത ക്ഷണം തന്നെ പ്രേരണയും സോണവും കൂടി റാണിയെ സ്ട്രക്ചറിൽ കയറ്റി കൊണ്ടുപോയി. എന്നിട്ട് അതിനെ ആംബുലൻസിൽ കയറ്റി. ഡോക്ടർ പ്രേരണയും അതേ ആംബുലൻസിൽ കയറിയിരുന്നു. എന്നിട്ട് അവർ സോണത്തിനെ നോക്കി. രാജകുമാരനെ നോക്കിക്കൊള്ളൂ. സോണം വളരെ വിഷമത്തോടെ അവരെ നോക്കുകയായിരുന്നു. എന്നിട്ട് ശരിയെന്ന് സമ്മതം മൂളി. ആംബുലൻസിന്റെ കതക് മൂടപ്പെട്ടു. മറ്റൊരു വശത്തെ സോണം ആ മെയിൻ കതക് തുറന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ പുതപ്പിക്കാൻ ഒരു കമ്പിളി ഉണ്ടായിരുന്നു. അദ്ദേഹം അകത്ത് ചെന്ന് നോക്കിയപ്പോൾ രാജകുമാരൻ തറയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അതായത് മുൻപേ ഇരുന്ന സ്ഥലത്ത്. അതിന്റെ മുഖത്ത് കരഞ്ഞ കണ്ണുനീരിന്റെ പാടുണ്ടായിരുന്നു.
സോണം പതുക്കെ അതിന്റെ കുറുക്കിൽ തടവി. അദ്ദേഹത്തിന്റെ കണ്ണും നിറയാൻ തുടങ്ങി. അദ്ദേഹം ഉടനെ തന്നെ കണ്ണുകൾ തുടച്ചു. എന്നിട്ട് വളരെ സ്നേഹത്തോടെ ആ കമ്പിളി എടുത്ത് ആ രാജകുമാരനെ പുതപ്പിച്ചു. ആ രാത്രി കടന്നുപോയി. അടുത്ത ദിവസം യോഗേഷ് വസ്ത്രം അണിഞ്ഞുകൊണ്ട് രാജകുമാരന് വേണ്ടി ആഹാരം പാചകം ചെയ്തു. അദ്ദേഹം എല്ലാം ശരിയായ അളവിൽ വെച്ചു. എന്നിട്ട് പാചകമുണ്ടാക്കി. അദ്ദേഹം പാത്രം ചൂടാക്കി. വളരെ ശ്രദ്ധാപൂർവം പാചകം ചെയ്തു. ആഹാരം റെഡിയായതും അത് അദ്ദേഹം ഒരു കണ്ണാടി പാത്രത്തിൽ എടുത്തു വെച്ചു. എന്നിട്ട് ആ പാത്രം ഒരു ട്രേയിൽ വെച്ചു. അതേ ട്രേയിൽ ഒരു പാൽ ബോട്ടിലും അദ്ദേഹം വെച്ചു. ആ ട്രേ എടുത്തുകൊണ്ട് അദ്ദേഹം കിച്ചണിൽ നിന്നും പുറത്തു വന്നു. മറുവശത്ത് സോണം ഇരിക്കുകയായിരുന്നു. രാജകുമാരൻ അദ്ദേഹത്തിന്റെ മടിയിലായിരുന്നു. അപ്പോഴാണ് യോഗേഷ് കയ്യിൽ ട്രേയോടെ അവിടേക്ക് വന്നത്. ഇപ്പോൾ നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഭക്ഷണം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സോണം നിവർന്ന് യോഗേഷിനെ നോക്കി. യോഗേഷ് ആ പാത്രം തറയിൽ കൊണ്ടുവന്ന് വെച്ചു. സോണം ആ പാൽ ബോട്ടിലെടുത്ത് രാജകുമാരന് കൊടുക്കാനായി ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അത് വാങ്ങിയില്ല. പിന്നീട് അതിന് ആഹാരം കൊടുക്കാനായി അദ്ദേഹം ശ്രമിച്ചു. പക്ഷെ വീണ്ടും അത് കഴിച്ചില്ല. രണ്ടുപേരും അതിന് കൊടുക്കാൻ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചു. പക്ഷെ രാജകുമാരൻ ഒന്നും കഴിച്ചില്ല. അവസാനം സോണം തളർന്ന് അതിനെ നിർബന്ധിച്ച് ഒന്നും കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു. മറ്റൊരു വശത്ത് ഡോക്ടർ പ്രേരണ ഹോസ്പിറ്റലിൽ റാണിയുടെ അടുത്ത് ഇരിക്കുകയാണ്. റാണി ഇപ്പോഴും ഉണർന്നിട്ടില്ല. ഡോക്ടർ പ്രേരണ അതിന്റെ അരികിൽ ഇരുന്നു കൊണ്ട് പതുക്കെ അതിന്റെ തല തലോടുകയായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് മറ്റൊരു ഡോക്ടർ വന്നത്. ഞാൻ റാണിയുടെ റിപ്പോർട്ടുകൾ ചെക്ക് ചെയ്ത് നോക്കി. അത്ര ഹൈറ്റിൽ നിന്ന് വീണത് കാരണം എല്ലാം പ്രശ്നമായിട്ടുണ്ട്. ഇതിന് ഇനിയും ഒരാഴ്ച ട്രീറ്റ്മെന്റ് തന്നേ പറ്റുള്ളൂ. ഡോക്ടർ പ്രേരണ അദ്ദേഹത്തെ കണ്ടതും എണീറ്റ് നിന്നു. ഡോക്ടർ സാർ, റാണിക്ക് ഒരു കൊച്ചു മകനുണ്ട്. അവൻ വളരെ കുഞ്ഞാണ്. അവന്റെ അമ്മയില്ലാതെ അവൻ ഒന്നും തന്നെ കഴിക്കുന്നില്ല. നിങ്ങൾ ഒന്നും പേടിക്കണ്ട. അതിന്റെ സൊല്യൂഷനെ ഞാൻ മുൻപ് തന്നെ തന്നിട്ടുണ്ട്. ഡോക്ടർ പ്രേരണ അദ്ദേഹത്തിന്റെ മുഖത്തിലേക്ക് നോക്കി. അദ്ദേഹത്തിന്റെ മുഖത്ത് നല്ല കുഴപ്പമുണ്ടായിരുന്നു. രാത്രി സോണം പതുക്കെ ആ കതക് തുറന്നു നോക്കി. അദ്ദേഹം പതുക്കെ അകത്തേക്ക് ചെന്നു. രാജകുമാരൻ ആ കമ്പിളി പുതപ്പിച്ച് ഉറങ്ങുകയായിരുന്നു. സോണം അവന്റെ അരികിലായി ചുവന്ന നിറത്തിലുള്ള ഒരു കുരങ്ങിന്റെ പാവ വെച്ചു. അദ്ദേഹം അതിനെ നോക്കിയിട്ട് ചെറുതായി ചിരിച്ചു. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് പോയി. രാജകുമാരൻ ആ കമ്പിളിയിൽ വളരെ സമാധാനമായി ഉറങ്ങി. അടുത്ത ദിവസം സോണം രാജകുമാരന് വേണ്ടി ആഹാരം ഉണ്ടാക്കുകയായിരുന്നു. യോഗേഷ് അദ്ദേഹത്തിന്റെ പുറകിലിരുന്ന് വളരെ ശാന്തമായി നോക്കുകയായിരുന്നു. സർ, രാജകുമാരൻ ഒന്നും കഴിച്ചിട്ടില്ലല്ലേ? പിന്നെ എന്തിനാ നിങ്ങൾ വീണ്ടും ഇത് ചെയ്യുന്നത്? സോണം തിരിഞ്ഞ് യോഗേഷിനെ നോക്കി. ഇന്നലെ രാത്രി ഞാൻ ഡോക്ടറിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു. ഞാനും അത് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത് കഴിക്കുമെന്ന് തോന്നുന്നു. യോഗേഷ് സോണത്തിനെ വളരെ ആശ്ചര്യത്തോടെ നോക്കി. പിന്നെ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ചെറിയ ചിരി വന്നു. സോണമും യോഗേഷും രാജകുമാരനെ കാണാൻ ചെന്നു. യോഗേഷിന്റെ കയ്യിൽ ഒരു ചെറിയ ട്രേ ഉണ്ടായിരുന്നു. അവർ നോക്കിയപ്പോൾ രാജകുമാരൻ ആ ചുവന്ന കുരങ്ങു ബൊമ്മയുടെ അടുത്തിരിക്കുകയായിരുന്നു. അവൻ ആ ബൊമ്മയെ വളരെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് അവൻ അതിനെ പതുക്കെ തൊട്ടു നോക്കുകയായിരുന്നു. അത് കണ്ടിട്ട് യോഗേഷ് ആശ്ചര്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ചെറിയ സന്തോഷമുണ്ടായി. സോകം തന്റെ കയ്യിൽ പാൽ ബോട്ടിലെടുത്തു. അതിന്റെ മുൻപിൽ ചെന്ന് മുട്ടുകുത്തിയിരുന്നു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് രാജകുമാരനെ അദ്ദേഹം നോക്കി. രാജകുമാരനും നിവർന്ന് അദ്ദേഹത്തെ നോക്കി. സോണം അദ്ദേഹത്തിന്റെ മുൻപിൽ ബോട്ടിൽ കാണിച്ചു. ഉടനെ രാജകുമാരൻ കുനിഞ്ഞ് ആ ബോട്ടിൽ പാല് കുടിക്കാൻ തുടങ്ങി. അവന്റെ മുഖത്ത് ചെറിയ ചിരി ഉണ്ടായിരുന്നു. സോണം പതുക്കെ താഴെ കുനിഞ്ഞ് അവന് ആ പാൽ കൊടുത്തു. പാതി ബോട്ടിൽ തീർന്നതും തന്നെ രാജകുമാരൻ നിർത്തി. എന്നിട്ടത് സോണത്തിനെ നന്നായി നോക്കി. സോണവും അതിനെ ശ്രദ്ധിച്ചു നോക്കി. രാജകുമാരൻ അപ്പോഴാണ് ആ പാവയെടുത്ത് സോണത്തിനെ കാണിച്ചത്. സോണത്തിന് ഉടനെ മനസ്സിലായി, അതായത് രാജകുമാരന് എന്ത് വേണമെന്ന്. യോഗേഷും ഇതെല്ലാം നോക്കുകയായിരുന്നു. സർ, ഇവിടെ ഒരുപാട് അത്ഭുതം നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, ഇവൻ വളരെ ബുദ്ധിശാലിയാണ്. സോണം ആ കുരങ്ങിന്റെ പാവ കയ്യിലെടുത്തു. അതിനും അദ്ദേഹം പാല് കൊടുക്കുന്നത് പോലെ കാണിച്ചു. ഇത് കണ്ടിട്ട് രാജകുമാരന്റെ മുഖത്ത് ചെറിയ പുഞ്ചിരി വന്നു. ആ സമയത്ത് 3 പേരുടെ മുഖത്തിനും ചെറിയ സന്തോഷമുണ്ടായിരുന്നു. പിന്നെ സോണം പാവയോടൊപ്പം ചേർത്ത് രാജകുമാരനും പാല് കൊടുത്തു. യോഗേഷ് ആ ബൊമ്മയുടെ പുറകിലിരുന്നു. എന്നിട്ട് അതിനെ അനക്കി കാണിച്ച് രാജകുമാരനോടൊപ്പം കളിക്കാൻ തുടങ്ങി. ആദ്യമായി രാജകുമാരൻ ഒച്ചയുണ്ടാക്കി.
അത് കേട്ടതും സോണവും യോഗേഷും രണ്ടുപേരും സന്തോഷിച്ചു. ഡോക്ടർ പ്രേരണ റാണിയുടെ തല പതുക്കെ തലോടി. ആ ക്ഷണം തന്നെ അത് പതുക്കെ തന്റെ കണ്ണുകൾ തുറന്നു. റാണി കണ്ണു തുറക്കുന്നത് സോണം വീഡിയോ കോളിൽ നോക്കി. സോണമും യോഗേഷും ഒന്നിച്ചു നിൽക്കുകയായിരുന്നു. ഈ കാഴ്ച കണ്ടതും രണ്ടുപേരും മാറി മാറി നോക്കി ചിരിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രാജകുമാരൻ അവിടെ ചില്ലയിൽ കളിക്കുന്നത് അവർ കണ്ടു. രാജകുമാരന്റെ കയ്യിൽ അതേ ചുവന്ന ബൊമ്മയുണ്ടായിരുന്നു. രാജകുമാരൻ ഇപ്പോൾ സന്തോഷത്തോടെ കളിക്കുകയായിരുന്നു. എല്ലാരും അത് കണ്ട് അവർക്കും സന്തോഷമായി. രാത്രി സോണം രാജകുമാരനെ നോക്കാനായി അവിടേക്ക് വന്നു. രാജകുമാരന്റെ കയ്യിൽ അതേ ചുവന്ന ബൊമ്മയുണ്ടായിരുന്നു. സോണം പതുക്കെ ആ ബൊമ്മ കയ്യിലെടുത്തു. ആ പാവയുടെ ശരീരം രാജകുമാരന്റെ നഖങ്ങൾ കൊണ്ട് ചെറുതായി കീറപ്പെട്ടിരുന്നു. സോണം അവിടെ തന്നെ ഇരുന്നു. എന്നിട്ട് പതുക്കെ അത് അദ്ദേഹം തയ്ക്കാൻ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ പ്രേരണ റാണിയുടെ അടുത്തിരിക്കുകയായിരുന്നു. റാണിക്ക് ഇപ്പോൾ അല്പം സുഖമായി. അത് കിടക്കയിൽ കിടക്കുകയായിരുന്നു. പിന്നെ ഡോക്ടർ പ്രേരണ അതിന് ആഹാരം കൊടുക്കുകയായിരുന്നു. റാണി പതുക്കെ പതുക്കെ അത് കഴിച്ചു. ആഹാരം കഴിച്ചു കഴിഞ്ഞതും അവിടെ അടുത്തുണ്ടായിരുന്ന സ്ക്രീനിൽ ഹൃദയമിടിപ്പ് കാണിച്ചു. ഹൃദയത്തിന്റെ ഇടിപ്പ് ഇനിയും അധികമായിട്ടില്ല. അതിൽ ചെറിയ തോതിലുള്ള വ്യത്യാസം മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ഡോക്ടർ പ്രേരണ റാണിയുടെ തല തടവുകയായിരുന്നു. അപ്പോഴാണ് ആ മുറിക്കകത്ത് മറ്റൊരു ഡോക്ടർ വന്നത്. അദ്ദേഹം അടുത്ത് വന്ന് ആ മെഷീൻ ശ്രദ്ധിച്ചു നോക്കി. അദ്ദേഹത്തിന്റെ മുഖത്ത് വിഷമമുണ്ടായിരുന്നു. എന്താ ഡോക്ടർ, എല്ലാം ഓക്കെ ആണല്ലോ? റാണി കാണാൻ നന്നായിട്ടുണ്ട്, പക്ഷേ ഇന്നും ഇതിന്റെ ഹാർട്ട് ബീറ്റ് കുറവായിട്ട് തന്നെ ഉണ്ട്. നമ്മൾ ഇമ്മ്യൂണിറ്റി മെഡിസിൻ എന്തെങ്കിലും ട്രൈ ചെയ്യാമോ സർ? ഞാൻ മുഴുവനായിട്ട് പ്രയത്നിക്കുന്നു. ഇതിനുശേഷം എല്ലാം ഇതിന്റെ ധൈര്യത്തിൽ മാത്രമാണ് ഉള്ളത്. ഡോക്ടർ പ്രേരണ അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ട് ശരി എന്നതുപോലെ സമ്മതിച്ചു. മറ്റൊരു വശത്ത് സോണം തന്റെ ബെഡിൽ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മൊബൈലിൽ പെട്ടെന്ന് ഒരു മെസ്സേജ് വന്നത്. ആ മെസ്സേജ് എന്തായിരുന്നെന്നാൽ റാണി ഗുണമാകാൻ ഇനിയും കുറച്ച് ദിവസമാകുമെന്ന്. ആ മെസ്സേജ് വായിച്ചതും സോണം എണീറ്റ് ഇരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ മുഖത്തെ വിഷമം കാണാൻ സാധിച്ചു. അടുത്ത ദിവസം സോണം രാജകുമാരന്റെ അടുത്തായി ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിനൊപ്പം തന്നെ യോഗേഷും അടുത്തിരിക്കുകയായിരുന്നു. രാജകുമാരൻ തന്റെ ചുവന്ന ബൊമ്മയോടൊപ്പം കളിക്കുകയായിരുന്നു. സോണം വളരെ ശാന്തമായി അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തുപറ്റി സർ, നിങ്ങൾ കാണാൻ ഒരുപാട് വിഷമത്തിലുള്ളത്? റാണി ഗുണമാവാൻ ഇനിയും കുറച്ച് ദിവസമാവുമെന്ന് പറഞ്ഞു. പക്ഷെ എത്ര ദിവസമാണ്? അത് അറിയില്ല. ഡോക്ടർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അതിന്റെ ഹാർട്ട് ബീറ്റ് കുറവായിട്ടുണ്ടെന്ന്. അത് ശരിയാവാൻ കുറച്ച് ദിവസങ്ങളാവുമെന്ന് പറഞ്ഞു. അതുവരെ ഇതിനെ ഈ ഡാളിനോടൊപ്പം വെച്ചിരിക്കുന്നത് ശരിയോ? ഇല്ല, എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ രാജകുമാരൻ വളരുമ്പോൾ അവന്റെ ഒരു സാധനങ്ങളും ആവശ്യമില്ലായിരുന്നു. യോഗേഷ് ഒന്നും മനസ്സിലാക്കാതെ സോണത്തിനെ നോക്കി. സോണം എണീറ്റ് രാജകുമാരന്റെ അടുത്തേക്ക് ചെന്നു. അത് അവിടെ ബൊമ്മയോടൊപ്പം കളിക്കുകയായിരുന്നു. അദ്ദേഹം രാജകുമാരനെ പൊക്കിയെടുത്തു. എന്നിട്ട് ഒരു ചില്ലയിൽ കൊണ്ടുപോയി ഇരുത്തി. രാജകുമാരന് ഒരു ക്ഷണം തന്റെ ബാലൻസ് നഷ്ടപ്പെട്ടു. പിന്നെ പതുക്കെ പതുക്കെ അത് ബാലൻസ് ചെയ്തു. പതുക്കെ പതുക്കെ അത് ചില്ലയിൽ കയറാൻ പഠിച്ചു. പതുക്കെയാണ് പഠിച്ചതെങ്കിലും രാജകുമാരൻ വിടാതെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. സോണം ദിവസവും രാജകുമാരന് ചില്ലകളിൽ കേറാനും ചാടാനും പഠിപ്പിച്ചു. ഒരുപാട് തവണ അത് വീണു. പക്ഷെ വീണ്ടും എണീറ്റ് വീണ്ടും കേറാൻ ശ്രമിച്ചു. സോണം അതിന് ദിവസവും ചെറിയ എക്സസൈസ് ചെയ്തു. സമയത്തിന് പാലും ആഹാരങ്ങളും നൽകി. രാജകുമാരൻ മുൻപത്തെക്കാളും ഇപ്പോൾ ശ്രദ്ധയോടെ പഠിക്കാൻ തുടങ്ങി. ഓരോ ദിവസവും അല്പം ഇംപ്രൂവ് ആയി. കുറച്ചു ദിവസത്തിനകം അവന്റെ പ്രവൃത്തികൾ മുൻപത്തെക്കാളും വളരെ നന്നായും ബാലൻസ്ഡ് ആയും മാറി. അവൻ വേഗത്തിൽ ചില്ലകളിൽ കയറി. എന്നിട്ട് അവിടെ നിന്നും താഴേക്ക് ചാടി. ഇപ്പോൾ അവൻ തന്നെ പഴങ്ങൾ തിരഞ്ഞെടുത്തു. അവന് എല്ലാം തന്നെ മനസ്സിലാകാൻ തുടങ്ങി. അന്നത്തെ ദിവസം സോണം അവനെ തന്റെ മടിയിൽ കിടത്തി ഉറക്കി. ഇപ്പോൾ ആ ചുവന്ന ബൊമ്മ എവിടെയും തന്നെ ഇല്ല. പിന്നെ രാജകുമാരന് അതിനെ കുറിച്ചുള്ള ഓർമ്മകളും വരാറില്ല. കുറച്ചു ദിവസങ്ങൾക്കകം എല്ലാം തന്നെ മാറിപ്പോയി. രാജകുമാരൻ ചില്ലകളിൽ കളിക്കുകയായിരുന്നു. അപ്പോഴാണ് മെയിൻ ഗേറ്റിന്റെ കതക് തുറന്നത്. അവിടെ ഒരു അറിയാവുന്ന രൂപം അകത്തേക്ക് വന്നു. മുകളിൽ നിന്ന് രാജകുമാരൻ അതിനെ നോക്കി. എന്നിട്ട് ഉടനെ അവൻ കണ്ടുപിടിച്ചു, അത് അവന്റെ അമ്മ റാണിയാണ്. രാജകുമാരൻ ഉടനെ ചില്ലയിൽ നിന്നും താഴേക്ക് ചാടി. റാണിയും അതിനെ നോക്കി വരാൻ തുടങ്ങി. രണ്ടുപേരും അടുത്തേക്ക് ചെന്നതും തന്നെ കെട്ടിപ്പിടിച്ചു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അമ്മയും മകനും ഇപ്പോൾ ഒന്നിച്ചിരിക്കുകയാണ്. ദൂരെ നിന്ന് സോഗം, യോഗേഷ് പിന്നെ പ്രേരണ ഈ കാഴ്ച കണ്ട് ആസ്വദിക്കുകയായിരുന്നു. ഇപ്പോൾ എല്ലാം ശരിയായി. ഇതോടെ ഈ കഥയും അവസാനിച്ചിരിക്കുന്നു.